മൊത്തം വോട്ട് കച്ചവടം നടത്തുന്ന വലിയ മൊത്ത വ്യാപാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ മാറുക. ജാതി ചിലർക്ക് പരിഗണിക്കണം, ഇന്നേ വരെ പരിഗണിക്കപ്പെടാത്ത ജാതി വിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയേ ഉള്ളൂ. കാരണം ആറന്മുളയ്ക്ക് ഒരു മേൽഗതി ഇതേവരെ ഉണ്ടായിട്ടില്ല. ഓരോ ഗ്രാമങ്ങളുണ്ട്, അവിടെയൊക്കെ ഇന്ന് എന്തൊരു വികസനമാണ്. ഒരു ശില്പഗ്രാമമായി, കാർഷിക ഗ്രാമമായി, അങ്ങനെ പല പൈതൃക സമ്പത്തുകളുടെയും ഒരു വിളനിലമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. കേരള രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളോളമായി നാം രാഷ്ട്രീയ രംഗത്ത് കണ്ടുവരുന്ന വളരെ ദുഷിച്ച പ്രവണത എന്ന് പറയുന്നത് അഴിമതിയുടെയും കൈക്കൂലിയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കാപട്യത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണ്. അതേക്കുറിച്ചാണ് ചർച്ചയും. ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ നോക്കിയപ്പോൾ കാണാനും കേൾക്കാനും കഴിയുന്നില്ല. വളരെ സൃഷ്ടിപരമായ സർഗാത്മകമായ ഒരു രാഷ്ട്രീയം നമ്മുടെ കേരളത്തിൽ തിരിഞ്ഞു വരണം. ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമല്ല ഇനി ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ജീവിത ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണ വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനമോഹികൾ ഒരു സീറ്റ് തർക്കത്തിലൊക്കെ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശണ്ട കൂടി സമയം ചെലവഴിക്കുക. നമ്മളിപ്പോൾ തന്നെ TV തുറന്നു നോക്കിയാലല്ലേ, പത്രം വായിച്ച് എന്താണ് ഇവിടെ നാടിനെക്കുറിച്ച് ആരാണ് പറയുന്നത്? എല്ലാവരും ഒരാൾക്ക് എതിരെ അയാളുടെ സ്വഭാവഹത്യ, യശോഹത്യ, ഇതൊക്കെയാണ് അയാളുടെ ലക്ഷ്യം. ഒരാളെ തരം താഴ്ത്തി, ഇടിച്ചു താഴ്ത്തി, അയാളുടെ മേൽ എന്തെങ്കിലുമൊക്കെ ആരോപണം കൊണ്ടുവന്നു അങ്ങനെ ഒരു വ്യക്തിഹത്യ നടത്തിയാലാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുക എന്നൊരു ചിന്ത ഇപ്പോഴുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന, നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച്, ഇവിടുത്തെ യുവാക്കളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ഒക്കെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യും. അതാണ് കേരളത്തിനുണ്ടായിരിക്കുന്ന വലിയൊരു ദുര്യോഗം. കഴിഞ്ഞ കുറേ നാളുകളോളമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ മൂല്യ തകർച്ച, ഈ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചിരിക്കുന്ന അധപ്പതനം, അത് ഇവിടുത്തെ യുവാക്കൾ ആഗ്രഹിക്കാത്തതാണ്. അപ്പോൾ ഇവിടുത്തെ അടുത്ത തലമുറ ഇത് എനിക്ക് തോന്നുന്നില്ല അത് അവർ സഹിക്കും, ക്ഷമിക്കും, പൊറുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെല്ലാവരും. ഇവിടെ വിഭാഗീയ, നിക്ഷിപ്ത, സങ്കുചിത താല്പര്യങ്ങൾ രാഷ്ട്രീയത്തെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഭാഗീയ ചിന്തകൾ മതത്തിൻ്റെ ആയിരുന്നാലും ജാതിയുടേതായിരുന്നാലും അതെല്ലാം ഇന്ന് മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ച് വോട്ട് ബാങ്കുകളാക്കി മാറ്റി മൊത്തം വോട്ട് കച്ചവടം നടത്തുന്ന വലിയ മൊത്ത വ്യാപാരികളായി ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ മാറുകയാണ്. അത് നമ്മുടെ നാടിനേക്കുന്ന ഏറ്റവും വലിയൊരു ശാപമാണ്. ജാതി സംഘടനകൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ജാതീയമായ അവശതകളെക്കുറിച്ച് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ അത് അവരുടെ രംഗത്ത് അവർ പ്രവർത്തിക്കുകയാണ്. അതൊന്നും തെറ്റായ കാര്യം. പക്ഷേ പ്രീണിപ്പിച്ചും അവരെയെല്ലാം സന്തോഷിപ്പിച്ചും വാരിക്കോരി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മറ്റൊരു സമുദായത്തിനെതിരെ എന്തെങ്കിലും സ്പർദ്ധ വർദ്ധിപ്പിച്ച് ഒരു സമുദായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്മിൽ വിദ്വേഷമുണ്ടാക്കി മുതലെടുപ്പ് നടത്തുന്ന തട്ടിപ്പാണ് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നടക്കുന്നത്. ഈ രാഷ്ട്രീയ മുതലെടുപ്പ് വാസ്തവത്തിൽ നമ്മുടെ നാടിന് വലിയൊരു ശാപമാണ്. എല്ലാ സമുദായങ്ങളെയും ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ നോക്കിക്കാണാൻ, എല്ലാ വിഭാഗങ്ങളെയും സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സർവധർമ്മ സമഭാവനയുടെ ഒരു നല്ല അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഈ ജാതി മതം നോക്കി കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്ന ഒരു രീതി ശരിയാണ്? ജാതി ചിലർക്ക് പരിഗണിക്കണം, ഇന്നേ വരെ പരിഗണിക്കപ്പെടാത്ത ജാതി വിഭാഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാതെ ഒരു സംഘടിതരാണ്, ശക്തിയുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്ന രീതി ശരിയല്ല. ഒരു കൊച്ചു വിഭാഗങ്ങളായിരുന്നാലും അവരെയും പരിഗണിക്കണം. അവർക്ക് പറയാനുള്ളതും കേൾക്കണം. അവരുടെ അവശതകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ അത് പരിഹരിച്ച് അവരുടെ ഇടയിൽ നിന്നും നേതാക്കന്മാരെ കണ്ടെത്തി അവർക്കും പരിഗണന കൊടുക്കണം. അതുകൊണ്ടാണ് ദീനദയാൽ ഉപാധ്യായ അന്ത്യോദയ എന്ന് ഭാരതീയ ജനതാ പാർട്ടി നേതാക്കൾ എപ്പോഴും പറയുന്നതാണ്. അന്ത്യോദയം, അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിനെ ഉയർത്തിക്കൊണ്ടുവരണം. അതൊരു പക്ഷേ ജാതിയുടെ പേരിലാവാം, അയാൾ പിന്നോക്കാവസ്ഥയിൽ പോയത് സാമൂഹ്യ പ്രശ്നങ്ങളുടെ പേരിലാവാം, സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലാവാം. അവഗണിക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ അവരെ ഉദ്ധരിച്ച് അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെയാണ് ഒരു സമഭാവന, സാമൂഹ്യ സമത്വം, സാമൂഹ്യ സമരസത ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും. ആറന്മുളയിൽ താങ്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളുണ്ട്? ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയേ ഉള്ളൂ. കാരണം ആറന്മുളയ്ക്ക് ഒരു മേൽഗതി ഇതേവരെ ഉണ്ടായിട്ടില്ല. എത്ര വികസന സാധ്യതയുള്ള, അത് ടൂറിസം രംഗത്തായിക്കൊള്ളട്ടെ, പൈതൃക സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നോട്ടെ, അല്ലെങ്കിൽ വ്യാവസായിക, വാണിജ്യ, വ്യാപാര, വിദ്യാഭ്യാസ മേഖലകളിലായിക്കൊള്ളട്ടെ, ആരോഗ്യരംഗത്തായിക്കൊള്ളട്ടെ, ഏത് രംഗത്തും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല അനുകൂല അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്നും ഇന്ത്യയുടെ പൈതൃക ഭൂപടത്തിൽ ആറന്മുളയ്ക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. എല്ലാവരും പൈതൃക ഗ്രാമം എന്ന് പറയും.
പക്ഷെ എന്തുണ്ട്, ഒരു പൈതൃക സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരാൾ ആഗ്രഹിക്കുമെങ്കിൽ അയാൾ ആറന്മുളയിൽ വന്നാൽ നിരാശനായി മടങ്ങിയുള്ളൂ. അപ്പോൾ ആ പൈതൃക സമ്പത്തിനെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് ഒരു വലിയ ഒരു എക്കോ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ പിൽഗ്രിം ടൂറിസത്തിൻ്റെ എൻവയോൺമെന്റൽ ടൂറിസത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനായി മാറും. അത് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം 3 പ്രധാനപ്പെട്ട നദികൾ, മണിമല, പമ്പ, അച്ചൻകോവിലാറ്, ഈ ആറുകളെ തഴുകിയൊഴുക്കുന്ന നല്ല പച്ചപ്പിൻ്റെ അന്തരീക്ഷമുള്ള സ്ഥലം, നല്ല നല്ല വ്യവസായങ്ങൾ വരണം, 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ ആരംഭിക്കണം. ഈ പ്രകൃതി സമ്പത്തിനെ മുഴുവൻ നമുക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ഇങ്ങനൊരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഈ ആറന്മുളയുടെ വികസനം സംബന്ധിച്ചുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആറന്മുളയുടെ MLA ആവാൻ ഒരു അവസരം കിട്ടിയാൽ, വിജയിച്ചു വന്നാൽ അങ്ങ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ്? വികസിത ആറന്മുള, ഇതാണ് എൻ്റെ സ്വപ്നം. വികസിത ആറന്മുള, അതിലെല്ലാ ഘടകങ്ങളും വരും, എല്ലാ കമ്പോണൻറ്റും ഉണ്ടാകും. കാരണം വാണിജ്യം, വ്യവസായം, വ്യാപാരം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും വൻ കുതിപ്പുണ്ടാകും. ആറന്മുള എന്ന് പറയുമ്പോൾ എല്ലാവരും പൈതൃക ഗ്രാമം, പക്ഷേ അത് എന്താണ്, അതിനെ കുറച്ചുകൂടി വിശാലമായി കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഭാരതത്തിൽ ഇതുപോലുള്ള ഗ്രാമങ്ങളിലേക്ക് എങ്ങനെയാണോ വികസന പ്രക്രിയയിലൂടെ അവിടെയൊക്കെ ഉണ്ടായി, ഇപ്പം മഹാബലിപുരം അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഓരോ ഗ്രാമങ്ങളുണ്ട്. അവിടെയൊക്കെ ഇന്ന് എന്തൊരു വികസനമാണ്, ഒരു ശില്പഗ്രാമമായി, കാർഷിക ഗ്രാമമായി, അങ്ങനെ പല പൈതൃക സമ്പത്തുകളുടെയും ഒരു വിളനിലമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അങ്ങനെ ഒരു വലിയ ഒരു സ്വപ്നമാണുള്ളത്. ഇതിലൂടെ ഗവൺമെന്റിന് വലിയ വരുമാനം ഉണ്ടാകും, റവന്യൂ വരുമാനം ഉണ്ടാകും, അവിടെയുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ എല്ലാവരുടെയും ഒരു സർവാംഗീണമായ പുരോഗതി ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു വികസന പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. Thank you. This is Voice of Couture, bridging heritage and headlines.